Good morning, students. Assalamu alaikum wa rahmatullah. Today we are going to discuss our second topic, that is savings deposits. Last class we have discussed the current accounts, and today we are going to discuss the savings deposits accounts. As we know, all the Islamic banks are dealing with the savings deposits account or the savings accounts. But there are some differences on the operations in several banks, and we can give a typical definition behalf of Bank Islam Malaysia. They are giving a typical definition for the savings bank, and that is the bank accepts the deposits from the customers looking for the safe custody of their funds and a degree of convenience in their use, together with the possibility of some profits in the form of a savings account on the principle of al-wada. അതായത് സേഫ് കസ്റ്റഡി ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിന് അവരുടെ ഫണ്ടിൻ്റെ അല്ലെങ്കിൽ അവരുടെ വെൽത്തിൻ്റെ സേഫ് കസ്റ്റഡി ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിൽ നിന്നും ബാങ്ക് ഡെപ്പോസിറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യുകയും ആൻഡ് ഒരു മ്യൂച്വൽ കൺസൾട്ടേഷൻ്റെ പുറത്ത് ആ ഒരു അൽവാദ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ ആ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് ഇത് ബാങ്ക് അവരുടെ സേഫ് കസ്റ്റഡിയിൽ വെക്കുകയും ഇനി ഇൻ ബോത്ത് ഓഫ് അവർ തമ്മിലുള്ള കൺവീനിയൻസിൻ്റെ പുറത്ത് ബാങ്കിന് ഈ ഫണ്ട് ഫ്യൂച്ചറിലെടുത്ത് യൂസ് ചെയ്യാനും പറ്റും. And the bank requests the permission to use this fund so long as these funds remain with the bank. ബാങ്കിന് അന്തത് കസ്റ്റമേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്യാൻ സാധിക്കും ആ ഒരു ഫണ്ടിൻ്റെ യൂസേജിന് വേണ്ടിയിട്ട്. അതായത് എത്ര കാലത്തോളം ആ ഫണ്ട് ഈ ബാങ്കിൽ സേവിങ്സ് ഡെപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നു, ആ ഒരു സമയത്തേക്ക് ഈ ഒരു ഫണ്ടിനെ യൂസ് ചെയ്യാനുള്ള അനുമതി ഓരോ ബാങ്കിനും കസ്റ്റമേഴ്സിനോട് ചോദിക്കാം. ആൻഡ് the depositors can withdraw the balance at any time they so desire, and the bank guarantees the refund of all such balances. കസ്റ്റമർക്ക് ഏത് സമയം വേണമെങ്കിലും ഇതിലുള്ള അതായത് ഡെപ്പോസിറ്റിലുള്ള ബാലൻസ് റീഫണ്ട് ചെയ്യാം. ഇനി റീഫണ്ട് ചെയ്തതിന് ശേഷം ഏതെങ്കിലും തുക ബാങ്ക് ഏതെങ്കിലും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും കുറഞ്ഞ സമയപരിമിതിക്കുള്ളിൽ ബാങ്ക് ആ ഒരു ഫണ്ട് തിരിച്ചടക്കുന്നതിനുള്ള എല്ലാ തരത്തിലുള്ള ഗ്യാരണ്ടിയും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ all the profits generated by the bank from the use of such funds belongs to the portion of the bank. ഇനി ബാങ്ക് ഈ ഒരു ഫണ്ട് ഉപയോഗിച്ചിട്ട് എന്തൊക്കെ ബിസിനസ് ചെയ്തിട്ട് ഏതൊക്കെ രൂപത്തിലുള്ള പ്രോഫിറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇറ്റ്സ് മേ ബി ഹ്യൂജ്, ഇറ്റ്സ് മേ ബി ലിറ്റിൽ, ബട്ട് ഇറ്റ്സ് ഓൺലി ബിലോങ്ങിങ് ടു ദി ബാങ്ക്. ബാങ്കിന് മാത്രമാണ് അതിൻ്റെ അവകാശമുള്ളത്. However, in the contracts with the current accounts, the bank may, at its absolute decision, rewarded the customers by returning the portion of the profits generated from the use of their funds from the time to time. കറണ്ട് അക്കൗണ്ടുകളുമായിട്ട് സേവിങ്സ് അക്കൗണ്ടിനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ബാങ്കിന് അതിൻ്റെ എല്ലാ തരത്തിലുള്ള ഫ്രീഡവും ഇസ്ലാം കൊടുക്കുന്നുണ്ട്. അതായത് അവരുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ കസ്റ്റമർക്ക് കൊടുക്കാം, ബട്ട് ടൈം ടു ടൈം. എന്നാണോ കസ്റ്റമർ വന്നിട്ട് സേവിങ്സ് അക്കൗണ്ടിലുള്ള ക്യാഷ് മുഴുവൻ പിൻവലിക്കുന്നത്, സോ ആ സമയത്ത് ഈ അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് ബാങ്ക് എന്തെങ്കിലും രൂപത്തിലുള്ള പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ബാങ്കിന് ഒരു പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ ഇവർക്ക് കൊടുക്കാം, ടൈം ടു ടൈം ആയിട്ട് കൊടുക്കാം എന്നുള്ള ഒരു വ്യത്യാസവും കറണ്ട് അക്കൗണ്ടുമായിട്ട് സേവിങ്സ് അക്കൗണ്ടിന് ഉണ്ട്. സോ ഇതാണ് ബാങ്ക് ഇസ്ലാം മലേഷ്യ കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി പോയിൻറ്റഡ് ഔട്ട് ദാറ്റ് എനി റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഈസ് ഇസ്ലാമിക്കലി ജസ്റ്റിഫൈഡ് ഓൺലി ഇഫ് ദ ക്യാപിറ്റൽ ഈസ് എംപ്ലോയ്ഡ് ഇൻ എ സച്ച് എ വേ ദാറ്റ് ഇറ്റ് എക്സ്പോസ്ഡ് ടു എ ബിസിനസ് റിസ്ക്. If savings depositors are guaranteed, their amount will be refunded in full if and when they want them, as is the case with a traditional bank. Then they are not participating in a business risk. Under these circumstances, it has to be made clear that the saving depositors are not Islamically entitled to any return. അതായത് നമ്മൾ ഈ ഒരു രൂപത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായി പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യം, അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്ലാമിക്കലി നമ്മൾ ഒരു ബിസിനസ് റിസ്ക് ഏറ്റെടുക്കാണ്ട് അതിൻ്റെ ഒരു വിഹിതം പറ്റുക എന്നുള്ളത് ഒരിക്കലും ജസ്റ്റിഫൈഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല.
നമ്മൾ എന്നാണോ എപ്പോഴാണോ ഒരു ബിസിനസ് റിസ്ക് ഏറ്റെടുത്തിട്ടുള്ളത്, സോ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റുകൾക്ക് ഒരു ഇസ്ലാമിക് ജസ്റ്റിഫിക്കേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്മൾ ആ ഒരു ക്യാപിറ്റൽ എമൗണ്ട് കൊണ്ട് യൂസ് ചെയ്തിട്ട് അതിലൊരു റിസ്ക്, ബിസിനസ് റിസ്ക് നമ്മൾ ഇൻവോൾവ് ആയിരിക്കണം. സോ ഇത്തരത്തിലുള്ള സേവിങ്സ് ഡെപ്പോസിറ്റേഴ്സിന് ഒരിക്കലും പ്രീ അഗ്രിമെൻ്റ് ആയിട്ട് ഇത്ര പ്രോഫിറ്റ് നമ്മൾ നൽകാം എന്നുള്ള രൂപത്തിൽ ഒരിക്കലും ഒരു കരാറിൽ ഏർപ്പെടാൻ കഴിയില്ല. സോ ഇഫ് ദ സേവിങ് ഡെപ്പോസിറ്റേഴ്സ് ആർ ഗ്യാരണ്ടീഡ് ദാറ്റ് ദെയർ എമൗണ്ട് വിൽ ബി റീഫണ്ടഡ് ഇൻ ഫുൾ, ബാങ്കിന് ഇവിടെ ചെയ്യാൻ കഴിയുന്നത് അവരുടെ ഫണ്ട് അറ്റ് എനി ടൈം അവർക്ക് ഫുൾ റീഫണ്ട് ബാങ്ക് തിരിച്ചു കൊടുക്കാമെന്നുള്ള കാര്യം. ഇൻ ട്രഡീഷണൽ ബാങ്ക്സ് ദെൻ ദേ ആർ നോട്ട് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ ബിസിനസ് റിസ്ക്. അതായത് ഒരു ബിസിനസ് റിസ്കിൽ ഉൾപ്പെടാത്ത കസ്റ്റമേഴ്സിന് അവരെപ്പോഴാണോ അവകാശം അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത് ആ ഒരു സമയത്ത് ഈ ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്യുക എന്നുള്ളത് ബാങ്കിൻ്റെ ഒരു കടമയാണ്. ഇത്തരം സർക്കംസ്റ്റാൻസസുകളിൽ ഇറ്റ് ഹാസ് ടു ബി മെയ്ഡ് ക്ലിയർ ദാറ്റ് ദ സേവിങ്സ് ഡെപ്പോസിറ്റേഴ്സ് ആർ നോട്ട് ഇസ്ലാമിക്കലി എൻടൈറ്റിൽഡ് ടു എനി റിട്ടേൺ. അതായത് ഇത്തരത്തിലുള്ള കണ്ടീഷനുകളിൽ ഇസ്ലാമിക് ബാങ്കുകൾ ഉറപ്പുവരുത്തണം ഇതൊരിക്കലും പ്രീ അഗ്രിമെൻ്റ് ആയിട്ട് സേവിങ്സ് ഡെപ്പോസിറ്റേഴ്സിന് ഒരു റിട്ടേൺ ഉണ്ട് എന്നുള്ളത് എൻടൈറ്റിൽ ചെയ്യുക എന്നുള്ള കാര്യം ഇല്ല എന്നുള്ളത് ഓരോ ഇസ്ലാമിക് ബാങ്ക്സുകളും എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തേണ്ട കാര്യമുണ്ട്. ബിക്കോസ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് അൺജസ്റ്റാണ്, അതിൽ ഇസ്ലാമിക്കലി അതിനൊരു ജസ്റ്റിഫിക്കേഷനും നൽകാൻ പറ്റാത്ത കാര്യമാണ്. ഇഫ് ആൻ ഇസ്ലാമിക് ബാങ്ക് റീഫണ്ട് സം പോർഷൻ ഓഫ് ദ പ്രോഫിറ്റ്സ് ജനറേറ്റഡ് ഫ്രം ദ യൂസ് ഓഫ് സേവിങ്സ് ഡെപ്പോസിറ്റ് ടു ദ ഡെപ്പോസിറ്റേഴ്സ്, ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി അറ്റ് ദ ഡിസിഷൻ ഓഫ് ദ ബാങ്ക് കൺസേൺഡ് ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് എ ഗിഫ്റ്റ്. അതായത് ഇനി ഒരു ഇസ്ലാമിക് ബാങ്ക് ഫണ്ട് റീഫണ്ട് ചെയ്യുന്നതോടുകൂടി ഒരു പ്രോഫിറ്റിൻ്റെ പോർഷൻ ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് എ ഗിഫ്റ്റ്. അത് ബാങ്കിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. ബാങ്ക് സ്വയമേധയാ കൊടുക്കുന്ന രൂപത്തിലുള്ള, ബാങ്ക് അതിനോട് തോന്നിയ ഒരു ഇഷ്ടം അല്ലെങ്കിൽ അതിനൊരു പ്രത്യുപകാരം എന്നുള്ളതല്ലെങ്കിൽ അതിനൊരു ഗിഫ്റ്റായിട്ട് മാത്രമേ അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് ക്വൈറ്റ് ക്ലിയർ ഫ്രം ദ എബോവ് കൊട്ടേഷൻ ദാറ്റ് ദ എക്സാക്ട്ലി ദ കോഴ്സ് ഓഫ് ആക്ഷൻ അഡോപ്റ്റഡ് ബൈ ദ ബാങ്ക് ഇസ്ലാം മലേഷ്യ. സോ ഇതൊരു സംഭവം നമുക്ക് മനസ്സിലാക്കാം, ബാങ്ക് ഇസ്ലാം മലേഷ്യ ഏത് രൂപത്തിലാണ് സേവിങ്സ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇൻ കോൺട്രാസ്റ്റ് ടു ദീസ്, ദ ബഹ്റൈൻ ഇസ്ലാമിക് ബാങ്ക് കാൾസ് ദീസ് അക്കൗണ്ട്സ് സേവിങ്സ് അക്കൗണ്ട് വിത്ത് ഓതറൈസേഷൻ ടു ഇൻവെസ്റ്റ്. Depositors provide the bank with an authorization to invest their money. Depositors have the right of withdrawal, but profits are calculated on the basis of the minimum balance maintained for a month. So, നമ്മൾ ബഹ്റൈൻ ഇസ്ലാമിക് ബാങ്കുമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്തുമ്പോൾ അവിടെ ഇതിനെ വിളിക്കുന്ന പേരിൽ തന്നെ ഒരു മാറ്റമുണ്ട്. സേവിങ്സ് ബാങ്ക് ഓർ സേവിങ്സ് അക്കൗണ്ട് വിത്ത് ദ ഓതറൈസേഷൻ ടു ഇൻവെസ്റ്റ്. അതായത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓതറൈസേഷനുള്ള സേവിങ്സ് അക്കൗണ്ടുകളാണ് ബഹ്റൈൻ ഇസ്ലാമിക് ബാങ്കുകൾ മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ ഡെപ്പോസിറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ടിന് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള, ബാങ്കിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓതറൈസേഷൻ കൂടി ഡെപ്പോസിറ്റേഴ്സ് കൊടുക്കുന്നുണ്ട്. സോ ഡെപ്പോസിറ്റേഴ്സ് ഹാവ് ദ റൈറ്റ് ഓഫ് വിഡ്രോവൽ, ബട്ട് പ്രോഫിറ്റ്സ് ആർ കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസ് ഓഫ് ദ മിനിമം ബാലൻസ് ആർ മെയിൻറ്റെയിൻ ഫോർ എ മന്ത്. സോ നമ്മൾ ഒരു ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് ഒരു പെർട്ടിക്കുലർ മന്തിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഒരു ഫണ്ട് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ബിസിനസ് നടത്തിയിട്ട് അതിൽ നിന്നുള്ളൊരു പ്രോഫിറ്റ് റിട്ടേൺ ബാങ്ക് കസ്റ്റമർക്ക് കൊടുക്കുക. സോ അതിനൊരു മിനിമം മന്ത് നമ്മൾ ഈ ഒരു ഫണ്ട് അല്ലെങ്കിൽ ഈ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. സിമിലർലി സേവിങ്സ് അക്കൗണ്ട്സ് അറ്റ് ദ ദുബായ് ഇസ്ലാമിക് ബാങ്ക്സ് ഓപ്പറേറ്റ്സ് ആസ് ഫോളോസ്. Savings accounts are opened with the condition that the depositors provide the bank with the authorization to invest. നമ്മളിപ്പോൾ പറയുന്നത് ദുബായ് ഇസ്ലാം ബാങ്കിലാണ്. And the depositors have the right to deposit the withdraw funds. And the profits in savings accounts are calculated on the minimum balance maintained during the month. And the depositors participates in the profits of savings account with the effect from the beginning of the month following the month which is deposits are made. Profits are not calculated with the effect from the beginning of the month in which the withdrawal is made from the account. അതായത് and also a minimum balance has to be maintained in order to qualify for the share in the profit. ദുബായ് ഇസ്ലാമിക് ബാങ്കിൻ്റെ
അണ്ടറിൽ സേവിങ്സ് അക്കൗണ്ട്സിന് ട്രീറ്റ് ചെയ്യുന്നത് ഏകദേശം ബഹ്റൈൻ ഇസ്ലാമിക് ബാങ്ക് ട്രീറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരേപോലെ തന്നെയാണ്. അതായത് സേവിങ്സ് അക്കൗണ്ട്സ് ആർ ഓപ്പൺഡ് വിത്ത് ദ കണ്ടീഷൻ ദാറ്റ് ദ ഡെപ്പോസിറ്റേഴ്സ് പ്രൊവൈഡ് ദ ബാങ്ക് വിത്ത് ആൻ ഓതറൈസേഷൻ ടു ഇൻവെസ്റ്റ്. അതായത് ഈ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഓതറൈസേഷനോട് കൂടിയാണ് ബാങ്ക് ഇത്തരത്തിലുള്ള ഡെപ്പോസിറ്റേഴ്സ് സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ ഏത് സമയത്തും ഈ ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യാനുള്ള റൈറ്റ് ഡെപ്പോസിറ്റേഴ്സിന് കൊടുത്തിരുന്നു ബാങ്ക്. ആൻഡ് ദ പ്രോഫിറ്റ് ഇൻ സേവിങ്സ് അക്കൗണ്ട് ആർ കാൽക്കുലേറ്റ് ഓൺ ദ മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ഡ്യൂറിങ് ദ മന്ത്. അതായത് ആ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു മന്തിൽ മിനിമം ഇത്ര ബാലൻസ് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ ഇഫ് ദ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഡെപ്പോസിറ്റേഴ്സ് പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദ പ്രോഫിറ്റ്സ് ഓഫ് സേവിങ്സ് അക്കൗണ്ട് വിത്ത് ദ എഫക്ട് ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ മന്ത് ഫോളോയിങ് ദ മന്ത് ഇൻ വിച്ച് ദ ഡെപ്പോസിറ്റ്സ് ആർ മെയ്ഡ്. അതായത് ഇത് കാൽക്കുലേറ്റ് ചെയ്തത് ഏത് മന്തിലാണോ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു മന്തിൻ്റെ ബിഗിനിങ്ങിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു മന്തിൻ്റെ ബിഗിനിങ് മുതൽ ആ ഒരു മന്തിൻ്റെ എൻഡ് വരെയുള്ള ബിസിനസ്സിൽ നിന്നും ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റിൻ്റെ പോർഷനാണ് കൊടുത്തിരുന്നത്. ആൻഡ് അതേ ദ പ്രോഫിറ്റ്സ് ആർ നോട്ട് കാൽക്കുലേറ്റഡ് വിത്ത് ദ എഫക്ട് ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ മന്ത് ഇൻ വിച്ച് ദ വിഡ്രോവൽ ഈസ് മെയ്ഡ് ഫ്രം ദ അക്കൗണ്ട്. ഒരിക്കലും എന്നാണോ ആ ഫണ്ട് റീഫണ്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു മന്തിൻ്റെ ബിഗിനിങ് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. എപ്പോഴാണോ നമ്മൾ ഫണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് ആ ഡെപ്പോസിറ്റ് നടത്തിയ ആ ഒരു മന്തിൻ്റെ ബിഗിനിങ് മുതലാണ് നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുക. ഒരിക്കലും നമ്മൾ വിഡ്രോവൽ ചെയ്യുന്ന ആ ഒരു ടൈമിലുള്ള ആ മന്തിൻ്റെ ബിഗിനിങ് മുതലല്ല ദുബായ് ഇസ്ലാമിക് ബാങ്കിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വർക്ക് ചെയ്യുന്നത്. സേവിങ്സ് അക്കൗണ്ട് വർക്ക് ചെയ്യുന്നത്. And the minimum balance has to be maintained in order to qualify for a share in profit. ബാങ്കിൽ എപ്പോഴും ഒരു മിനിമം ബാലൻസ് കീപ്പ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ബാങ്ക് എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു പ്രോഫിറ്റിൻ്റെ ഷെയർ കൊടുത്തു. സോ ഇതൊക്കെയാണ് സേവിങ്സ് ഡെപ്പോസിറ്റിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. 3 ബാങ്കുകളിലായിട്ട് നടക്കുന്ന ചെറിയ ചെറിയ തരത്തിലുള്ള ഡിഫറൻസുകൾ നമുക്ക് പഠിഞ്ഞു. ഇനിയും ഇതേപോലെ ഇറാൻ ഇസ്ലാമിക് ബാങ്ക്സിൽ അതുപോലെ തന്നെ ജോർദാൻ ഒരുപാട് ഇസ്ലാമിക് ബാങ്ക്സിൽ പല രൂപത്തിലാണ് നടക്കുന്നത്. സോ അതിനെ പറ്റിയൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സ്റ്റുഡൻസ്.